പ്രൈസ് ലോഡ്. ഈ ദിവസങ്ങളിലെ നിങ്ങളുടെ മനസ്സിനകത്ത് മൊത്തം നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഭാരം അങ്ങ് തങ്ങി നിൽക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞെന്താ ഇങ്ങനെയായിപ്പോയേ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ നേർവഴിയിൽ നടത്തും എന്നുള്ള ഭയവും പേടിയൊക്കെ നിങ്ങളിലുണ്ടോ? ഇന്നത്തെ മാതാപിതാക്കളിൽ പലരും രാത്രി ഉറങ്ങാതെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവരാണ്. എനിക്കറിയാം, ഒരുപാട് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്ന സമയമാണ്. നമ്മൾ പത്രത്തിലൂടെയും ടി വിയിലൂടെയും കാണുന്ന ഓരോ ദിവസത്തെ വാർത്തകൾ, ന്യൂസുകൾ കേൾക്കുമ്പോൾ ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എങ്ങനെയാവുമോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തുമോ എന്ന് ഓരോ ദിവസവും സ്കൂളിലോട്ടും കോളേജിലോട്ടും ഒക്കെ വിടുമ്പോൾ കണ്ണുനീരൊഴുക്കിയിരിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ടല്ലേ. ഞാൻ കാണുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ദിവസങ്ങളിൽ ആണുങ്ങൾ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ എത്രയോ പെൺകുഞ്ഞുങ്ങളുണ്ട്. അവരെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. എന്താ ഇങ്ങനെ ആയിപ്പോയ ഈ തലമുറ എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മക്കളെ യഹോവ നൽകുന്ന ദാനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങളോളം നമ്മൾ ഈ ദിവസങ്ങളിൽ ജാഗ്രതയോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം, സമയമെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ചിലപ്പോൾ ഒന്ന് അവരോട് പറഞ്ഞ് രണ്ട് പറയുന്നതിന് മുമ്പ് ചിലപ്പോൾ അവർക്ക് ദേഷ്യം വരും, അവർ ചിലപ്പോൾ വല്ലതും കടുങ്കൈ ചെയ്തു പോകും. പക്ഷെ അതൊന്നും വേണ്ട. അവരെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ പരമാവധി സ്നേഹിക്കുക, അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ദേഷ്യപ്പെടാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മക്കളെ, ഇത് തെറ്റാണ്, മകൾ പോകുന്ന വഴി തെറ്റാണ്, അല്ലെങ്കിൽ കുഞ്ഞ് ചെയ്യുന്നത് തെറ്റാണ്, കുഞ്ഞ് സംസാരിക്കുന്നത് തെറ്റാണ്, കുഞ്ഞ് നടക്കുന്നത് തെറ്റാണെന്നുള്ളത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അല്ലാതെ നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പക്ഷേ അതേ സമയത്ത് നിങ്ങൾ കുഞ്ഞുങ്ങളോടുകൂടെ വളരെ സ്നേഹത്തിലും ഈ വിഷയം വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ തീവ്രതയോടെ പ്രാർത്ഥിക്കുകയും കൂടി വേണം. പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ വളരെ അത്യാവശ്യമുള്ള സമയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനായിട്ടുള്ള വഴി തുറക്കും. ബാലൻ നടക്കേണ്ടുന്ന വഴി കർത്താവ് അഭ്യസിപ്പിക്കും അവനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വചനം അവരുടെ ഉള്ളിലോട്ട് നമ്മൾ ഇട്ടുകൊടുക്കുക. അവരത് പിടിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല കുഞ്ഞുങ്ങളായി വളർന്നു. ഞാനെപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ, ആ ശമൂവേലിനെ പോലെ ദൈവശബ്ദം കേൾക്കുന്ന കുഞ്ഞുങ്ങളായി, മനുഷ്യർക്കും ദൈവത്തിനും ഒരുപോലെ പ്രീതിയുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരണേന്ന് നിങ്ങളും പ്രാർത്ഥിക്കുക. ഇന്ന് തൊട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവെ, ശമൂവേലിനെ പോലെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന കുഞ്ഞായി എൻ്റെ കുഞ്ഞ് വളർന്നു വരണം. മനുഷ്യർക്കും ദൈവത്തിനും ഒരുപോലെ പ്രീതിയുള്ള കുഞ്ഞായി എൻ്റെ കുഞ്ഞ് വളർന്നു വരണം. നിങ്ങൾ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുക. അധികാരം നിങ്ങളുടെ കയ്യിൽ കർത്താവ് തന്നിരിക്കുക. ഒരു കുഞ്ഞിൻ്റെ അധികാരം മാതാവിനും പിതാവിനും അല്ലാതെ വേറെ ഒരു ആൾക്കും ദൈവം തന്നിട്ടില്ല. നിങ്ങൾ എല്ലാ ദിവസവും തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിങ്ങൾ അധികാരമെടുത്ത് അവരിൽ വ്യാപരിക്കുന്ന സകല ദുഷ്ടാത്മസേനയെയും അധികാരമെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കണം കേട്ടോ. സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ കയ്യിലെടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ അവരോട് ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് മാതാപിതാക്കളായ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ, കൂടുതലായി കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക. കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവരിൽ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സ്വഭാവമുണ്ടോ, കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ സ്വഭാവത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് പുറത്ത് കൊണ്ടുവരണമെന്ന് കർത്താവ് അന്ന് പറഞ്ഞത്. എനിക്ക് വേണ്ടി നിങ്ങൾ കരയേണ്ട, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയമൊക്കെയും തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. വരുന്ന തലമുറ കർത്താവിനെ കൂടുതലായി അടുത്തറിയുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി കൈവിടപ്പെട്ടു പോകാതെ അവനവൻ്റെ വിശ്വാസമാണ് അവനവനെ രക്ഷിക്കുന്നത് എന്നുള്ളത് കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് വേണം നമ്മൾ കുഞ്ഞുങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരാൻ. സദൃശ്യവാക്യങ്ങൾ 14:12 ഇങ്ങനെ പറയുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ പോകുന്ന വഴി അത് ചൊവ്വായി തോന്നും, പക്ഷേ അതിൻ്റെ വഴി, ആ ഒരു വഴി ചെന്നെത്തുന്നത് മരണം. എത്ര കുഞ്ഞുങ്ങളിങ്ങനെ മരിച്ചു പോകുന്നു. വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ സങ്കടം പെട്ടുപോകും. ദൈവമേ, എന്ത് നല്ല കുഞ്ഞുങ്ങളാണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അവർക്ക് ചൊവ്വായി തോന്നുന്ന വഴി മരണത്തിൻ്റെ പാതയാണ്, അത് ചൊവ്വായ വഴിയല്ല എന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് സമാധാനത്തോടെ പറഞ്ഞു കൊടുക്കുക. ഈ ദിവസങ്ങളിൽ നമുക്ക് മാതാപിതാക്കളായി നമുക്ക് സമാധാനം വേണം, നമുക്ക് കുഞ്ഞുങ്ങളോട് സ്നേഹം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ നമ്മളെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അവർ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, പക്ഷേ നമ്മളതിന് 4 ഇരട്ടി അങ്ങോട്ട് ദേഷ്യം കാണിച്ചാൽ അവർ കൂടുതൽ വഴിതെറ്റിപ്പോകാൻ അതിടയാവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഒരു പ്രേരണയാൽ പറയുക, നിങ്ങൾ കൂടുതൽ കുഞ്ഞുങ്ങളെ
കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് പറയുവാനുള്ളത് കറക്റ്റായിട്ട് കൃത്യമായി അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു നല്ലൊരു അഡ്വൈസ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുമല്ലോ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്.